ഓസീസിനെതിരെ മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഓസ്ട്രേലിയ നാണം കെട്ടു. 24 റൺസിനാണ് ഇന്ത്യ കളി ജയിച്ചത്. ഇന്ന് ഇന്ത്യ ജയിക്കാൻ കാരണം അത് രോഹിത് ശർമ്മയാണ്. 92 റൺസാണ് രോഹിത് ശർമ്മ അടിച്ചു കൂട്ടിയത്. രോഹിത്തിൻ്റെ ബാറ്റിൻ്റെ ചൂട് ഓസ്ട്രേലിയ ശരിക്കും അറിഞ്ഞു. ഇന്ന് കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ആയത് രോഹിത് ആയിരുന്നു. ശേഷം രോഹിത് ചെയ്ത കാര്യമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ വിജയം ഓസീസിന് അനിവാര്യമായിരുന്നു. തോറ്റാൽ ഓസ്ട്രേലിയ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി നാളെ അഫ്ഗാൻ തോറ്റാൽ മാത്രമേ ഓസ്ട്രേലിയൻ ടീമിന് വേൾഡ് കപ്പിന്റെ സെമിയിലെത്താൻ സാധിക്കൂ. ഇന്നത്തെ മത്സരം രോഹിത് ശർമ്മയ്ക്ക് വെറുമൊരു മാച്ചല്ലായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഫൈനലിലാണ് ഓസ്ട്രേലിയൻ ടീം ഇന്ത്യൻ ടീമിനെ തോൽപ്പിച്ചത്. അതിന് പ്രതികാരം രോഹിത് ശർമ്മയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രോഹിത് ശർമ്മ ആളിക്കത്തി 92 റൺസ് ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടി. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി രോഹിത് പറഞ്ഞത്, ഈ ഒരു അവാർഡ് ടീമിൽ ഇതുവരെ അവസരം കിട്ടാത്ത യുവതാരങ്ങൾക്ക് സമർപ്പിക്കുന്നു. അതായത് ചഹൽ, സഞ്ജു, ജയ്സ്വാൾ തുടങ്ങിയ താരങ്ങൾക്കാണ് രോഹിത് ശർമ്മ ഇന്നത്തെ അവാർഡ് സമർപ്പിച്ചത്. രോഹിത് നല്ലൊരു ക്യാപ്റ്റനാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. സ്ക്വാഡിലെടുക്കുമ്പോൾ ഓരോ താരങ്ങളും വേൾഡ് കപ്പിൽ കളിക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ സഞ്ജുവിനും ജയ്സ്വാളിനും ഇതുവരെ അവസരം കിട്ടിയില്ല. അതിൻ്റെ വിഷമം രോഹിത് ശർമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് രോഹിത് ശർമ്മ ഈ ഒരു അവാർഡ് കളിക്കാത്തവർക്ക് നീട്ടിയത്. മികച്ച പ്രകടനമാണ് രോഹിത് ഇന്ന് കാഴ്ചവെച്ചത്. ഒരു ക്യാപ്റ്റന്റെ കടമ കൃത്യമായി നിർവഹിച്ചു. ശരിക്കും ഇന്ന് നിരാശപ്പെടുത്തിയത് കോഹ്ലിയാണ്. വീണ്ടും ഇന്ന് ഡക്കിലാണ് കോഹ്ലി ഔട്ടായത്. പക്ഷെ ആരൗട്ടായാലും കളി വിട്ടുകൊടുക്കാൻ രോഹിത് ശർമ്മ ഒരുക്കമല്ലായിരുന്നു. രോഹിത്തിന്റെ മധുര പ്രതികാരമായിരുന്നു ഇന്നത്തെ മാച്ച്. ഇന്ത്യ 205 റൺസ് എടുക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. അങ്ങനെ ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് സെമിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.